നമസ്കാരം. സംസ്ഥാനത്ത് മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയതോ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദത്തിന്റെയും ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീന ഫലമായി സംസ്ഥാനത്തെ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശക്തമായ മഴ കുമളിയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ വിതച്ച സാഹചര്യത്തിൽ പ്രകൃതി ദുരന്ത നിവാരണ സമിതിയുടെ യോഗം കുമളിയിൽ നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പീരുമേട്, ഉടുമ്പൻചോല താലൂക്കുകളിലുണ്ടായ കെടുതികളും നഷ്ടങ്ങളും ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളും അവലോകനം ചെയ്തു. യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നിൽ, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പ്രധാന തീരുമാനങ്ങൾ: കുമളി ടൗൺ പ്രദേശത്തെ തോടുകളുടെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിനായി ഇറിഗേഷൻ വകുപ്പിന് 25 ലക്ഷം രൂപ അനുവദിച്ചു. പഞ്ചായത്തുമായി കൂടിയാലോചിച്ച് ജലസേചന വകുപ്പ് പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കണം. ക്യാമ്പുകളിലേക്ക് മാറാതെ ബന്ധുവീടുകളിലേക്ക് മാറിയവരെയും ദുരന്തബാധിതരായി പരിഗണിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപനത്താൽ സംയുക്ത പരിശോധന നടത്തി നഷ്ടം തിട്ടപ്പെടുത്തും. മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ ഉപകരണങ്ങൾ ഏത് അടിയന്തര സാഹചര്യത്തിലും ലഭ്യമാകുന്നുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ഉറപ്പാക്കണം. കുമളി കേന്ദ്രീകരിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിന്റെ പീരുമേട് യൂണിറ്റിലെ ഒരു ടീമിന്റെ സേവനം ലഭ്യമാക്കും. ഉടുമ്പൻചോല, കുട്ടാർ മുതലായ പാലങ്ങളുടെ നാശം പരിഗണിച്ച് അടിയന്തരമായി ബദൽ സംവിധാനം ഏർപ്പെടുത്തും. മുണ്ടിയരുമയിൽ റേഷൻ കട വെള്ളം കയറി നശിച്ചത് പരിശോധിക്കാൻ ഉടുമ്പൻചോല താലൂക്ക് സപ്ലൈ ഓഫീസറെ ചുമതലപ്പെടുത്തി. പെരിയാർ കോളനി നിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാ വർഷവും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്ന ദുസ്ഥിതി ഒഴിവാക്കുന്നതിന് പീരുമേട്, കുമളി എന്നിവിടങ്ങളിൽ ഷെൽട്ടർ ഹോമുകൾ ആരംഭിക്കും. ഇപ്രകാരം ആരംഭിക്കുന്ന ഷെൽട്ടർ ഹോമുകളിൽ പീരുമേടിലത് 5 മാസത്തിനകം കമ്മീഷൻ ചെയ്യും. കുമളിയിലേത് സമയബന്ധിതമായി പൂർത്തീകരിക്കും. NH കുമളി ടൗണിലെ ഓടകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണം. പെരിയാർ തീരത്ത് അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കും. ഇതിനിടെ ഇനി കൂടുതൽ കാലാവസ്ഥാ വാർത്തകളിലേക്ക് കടന്നാൽ, മിന്നൽ പ്രളയത്തിന് സമാനമായി 2018 വെള്ളം കയറാത്ത സ്ഥലങ്ങളെപ്പോലും മുക്കിക്കളഞ്ഞ മിന്നൽ പ്രളയങ്ങൾ കേരളത്തിൽ എവിടെയും സംഭവിക്കാമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുകയാണ്. മുൻകാലങ്ങളിലെ തുലാവർഷത്തിലെ തുടർച്ചയെന്നോണം ഉണ്ടാകുന്ന മേഘവിസ്ഫോടനങ്ങൾ നടക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുമ്പോഴും തൃശൂർ നഗരം അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴമാപിനികൾ പോലുമില്ല. കൃഷി അടക്കമുള്ളവയ്ക്ക് കോടികളുടെ നാശം സംഭവിച്ചാലും മഴ കൊണ്ടുള്ള നാശം സാധൂകരിക്കുന്ന മഴക്കണക്ക് ലഭ്യമാവില്ല. പെട്ടെന്ന് അതിശക്തമായ മഴയാണ് ഞായറാഴ്ച അർദ്ധരാത്രിയിൽ കോരിച്ചൊരിഞ്ഞത്. റോഡുകളിലും വീടുകളിലും വെള്ളമടക്കം കയറി, വാഹനങ്ങൾ മുങ്ങി. സംഭവിച്ചത് മിന്നൽ പ്രളയമാണോ എന്ന് വ്യക്തമാകണമെങ്കിൽ കണക്കുകൾ ലഭ്യമാകണം. വർഷങ്ങൾക്ക് മുൻപ് ടൗൺ ഹാളിൽ മാവിനി ഉണ്ടായിരുന്നുവെങ്കിലും അത് കേടായതിനു ശേഷം മറ്റെവിടെയും മാവിനി സ്ഥാപിച്ചിട്ടില്ല. 10,000 രൂപ പോലും ഇതിന് ചെലവില്ല എന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നത്. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപ് കാറ്റിന്റെ ശക്തി കുറഞ്ഞ കറക്കമായ ചക്രവാത ചുഴി ഉണ്ടാകും. മർദ്ദ വ്യതിയാനം കാരണം ചാക്രിക രീതിയിൽ കാറ്റു കറങ്ങുന്നത് ചക്രവാത ചുഴിക്ക് ഇടയാക്കുന്നത്. വിവിധ ദിശയിലെ കാറ്റ് മർദ്ദ വ്യത്യാസം മൂലം ചക്രം പോലെ കറങ്ങും. ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലുമൊക്കെ കറങ്ങും. ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർദ്ധത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമായിരിക്കും. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ ബണ്ട് പൊട്ടി മാരാർ കോൾപ്പാടവും എൽത്തുരുത്ത് പാടവും നിറഞ്ഞ കൃഷി പ്രതിസന്ധിയിലായിരുന്നു. കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് തന്നെ തുലാവർഷക്കാലത്ത് ബണ്ട് പൊട്ടി 40 ദിവസത്തിലേറെ പ്രായമായ നെൽച്ചെടികളാണ് നശിച്ചത്. ഈ വർഷവും അടിത്തറ ബലപ്പെടാതെ നിർമ്മിച്ചതാണ് ബണ്ട് പൊട്ടാൻ കാരണമെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. വെള്ളം മുഴുവൻ വറ്റിച്ച് വിത്തിടലിന് തയ്യാറെടുക്കുന്ന കർഷകർക്കാണ് മഴ തിരിച്ചടിയാകുന്നത്. ചാലിലെ മാലിന്യവും ചണ്ടിയുമെല്ലാം പാടത്തെത്തിയിരിക്കുന്നു. കൃഷി ആരംഭിക്കാൻ ആദ്യം ബണ്ട് പുനഃസ്ഥാപിക്കണം. അതിനുശേഷം വേണം വെള്ളം വറ്റിക്കൽ. മാരാർ പടവിലെ 60 ഏക്കർ കൃഷിയും എൽത്തുരത്തിലെ 90 ഏക്കർ കൃഷിയുമാണ് അനിശ്ചിതത്വത്തിലാകുന്നത്. മിന്നൽ പ്രളയത്തിനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. മഴമാപിനികൾ പ്രധാന സ്ഥലങ്ങളിൽ സ്ഥാപിക്കേണ്ടത് ഏറെ അനിവാര്യമെന്ന് ഡോക്ടർ ഗോപകുമാർ ചോലെ, കാലാവസ്ഥാ ഗവേഷകൻ, വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം ജില്ലയിലെ കരമന നദിയിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാതൊരു കാരണവശാലും വെള്ളക്കടവ് സ്റ്റേഷൻ നദിയിൽ ഇറങ്ങുവാനോ നദി മുറിച്ച് കടക്കുവാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കുവാനും തയ്യാറാകണം.